പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യ സന്നിധിയിൽ നാം മുട്ടുകുത്തുമ്പോൾ നമ്മുടെ എല്ലാ ആകുലതകളും വിട്ടുമാറുമെന്ന് നമുക്ക് ആത്മാർത്ഥമായി വിശ്വസിക്കാം. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ ലാസറിനെ ഉയർപ്പിച്ച സമയത്ത് എല്ലാ പ്രതീക്ഷയും അറ്റുപോയ മാർത്ത ഈശോയോട് പറയുന്നുണ്ട്, ഇത് 4-ാം ദിവസമാണ്, ദുർഗന്ധം വമിക്കുന്ന ദിവസം. ഈശോ പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് നിനക്കറിയില്ലേ എന്ന്. പ്രതീക്ഷ നശിച്ചവരുണ്ടാവാം, യാതൊരു പ്രതീക്ഷയും മുൻപോട്ട് കാണാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടാവാം, രോഗികളായിട്ടുള്ളവരുണ്ടാവാം, വേദനിച്ച് കഴിയുന്നവരുണ്ടാവാം, പലവിധ തടസ്സങ്ങൾ ജീവിതത്തിൽ നേരിടുന്നവരുണ്ടാവാം, ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്നവരുണ്ടാവാം. ഈശോ പറയുകയാണ്, എത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിലും നീ വിശ്വസിക്കുക, നീ ദൈവത്തിൻ്റെ മഹത്വം നിൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നത് കാണാൻ നിനക്ക് സാധിക്കുമെന്ന് ഈശോ തിരുവചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്. നമുക്ക് ഈ കരുണയുടെ മണിക്കൂറിൽ ദൈവത്തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ഈശോയ്ക്ക് മഹത്വം കൊടുക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നമുക്ക് ദൈവസന്നിധിയിൽ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ശാന്തമായി എളിമയുള്ള നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ ആയിരിക്കാം. കർത്താവ് നമ്മളോട് നമ്മളുടെ ജീവിതങ്ങളിൽ ഇടപെടുമെന്ന് നമുക്ക് വിശ്വസിച്ച് ഈ കരുണയുടെ മണിക്കൂറിൽ ദൈവകരുണയ്ക്കായി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ഈ മണിക്കൂറിൽ ഈ ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാം. ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായിരിക്കുന്നത് നൽകിയിരിക്കുന്ന സുവിശേഷ വചനം ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 31 മുതലുള്ള തിരുവചന ഭാഗമാണ്. വളരെ സവിശേഷമായ ഒരു ശ്രദ്ധ നൽകേണ്ട ഒരു സുവിശേഷ ഭാഗമാണ്. ഇവിടെ നമുക്ക് ആഴമായി ധ്യാനിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഈശോയെക്കുറിച്ച് നമ്മൾ കാണുന്നത് ഈശോ തൻ്റെ ദൗത്യം നിർവഹിക്കുന്ന ഒരു സംഭവമാണ്. അവിടെ ഈശോ പറയുന്നുണ്ട്, രോഗികൾക്ക് സൗഖ്യം നൽകുന്നുണ്ട്, പിശാചിനെ ബഹിഷ്കരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഈശോയോട് ഫരിസേയർ വന്ന് പറയുന്നുണ്ട്, നിന്നെ കൊല്ലാൻ ഹെറോദോസ് രാജാവ് പദ്ധതി ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്ന ആ മറുപടിയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം നമുക്കറിയാം, ഈശോ ഒരു തച്ചൻ്റെ മകനാണ്, ഒരു സാധാരണ മനുഷ്യൻ, സാധാരണ ജീവിതം ജീവിക്കുന്ന എങ്കിലും ദൈവികമായ പ്രവൃത്തികൾ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ. ഈശോ അവരോട് പറയുന്ന മറുപടിയാണ്, നിങ്ങൾ ആ കുറുക്കനോട് ചെന്ന് പറയുക, ഇന്നും നാളെയും ഞാൻ ഇവിടെ തന്നെ തുടരേണ്ടിയിരിക്കുന്നു, എൻ്റെ ദൗത്യം ഞാൻ നിറവേറ്റേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനത്തിലാണ് നമ്മൾ ഈശോയുടെ ദൗത്യം നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും കർത്താവിൻ്റെ സംവത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ ശുശ്രൂഷ ചെയ്യുന്ന ഈശോയോട് ഫരിസേയർ വന്ന് പറയുകയാണ്, നിന്നെ കൊല്ലാൻ അവൻ രാജാവ് പദ്ധതിയിട്ടിരിക്കുന്നു, നീ ഇവിടെ നിന്ന് പൊക്കൊള്ളുക. അപ്പോൾ ഈശോയുടെ ആ ധൈര്യം ക്രൈസ്തവരായ നമ്മൾ അനുകരിക്കേണ്ട ഒരു ഭാഗ്യമാണ് ഈശോയുടെ ആ ധൈര്യം. കാരണം നമ്മൾ ഈ ഒരു ആനുകാലിക ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും അതുതന്നെയാണ്. ക്രൈസ്തവർ ധീരരായ വിശ്വാസികളായിരുന്നൊരു കാലമുണ്ട്. ഇന്ന് നമുക്കറിയാം, നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ സഭ കടന്നു പോകുമ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു പുണ്യമാണ് ഈശോ കാണിച്ച ആ ഒരു ധൈര്യം. അവിടെ ഈശോ പറയുകയാണ്, ആ രാജാവിനോട് പോയി പറയുക, എനിക്കെൻ്റെ ദൗത്യം തുടരേണ്ടതുണ്ട്, മാത്രമല്ല ഇന്നും നാളെയും ഞാൻ ഈ ദൗത്യം തുടരും, 3-ാം ദിവസം ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കും. 100% ഉറപ്പോടുകൂടി ഈശോ പറയുകയാണ്,
ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കും, കാരണം എനിക്കിന്നും നാളെയും യാത്ര ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം ഒരു യാത്രാ വിവരണമാണ്. ജെറുസലേമിലേക്കുള്ള ഈശോയുടെ യാത്ര. നമ്മൾ സുവിശേഷം, മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ കൊല്ലപ്പെടുന്നത്, കുരിശുമരണം വഹിക്കുന്നത് ജെറുസലേം നഗരത്തിൽ വെച്ചാണ്. കാൽവരി മലയിൽ വെച്ച് ഈശോ കൊല്ലപ്പെട്ടതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈശോയ്ക്ക് ആ ഒരു ബോധ്യമുണ്ട്, ഒരു രാജാവ് വിചാരിച്ചാലും എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ മാറ്റപ്പെടില്ല. ഈശോയുടെ മരണം സംഭവിക്കേണ്ടത് ജെറുസലേമിൽ വെച്ചാണെന്നുള്ള വിശ്വാസം ഈശോ ആ തിരുവെഴുത്തിലുണ്ട്. അത് ഈശോ ഹൃദയത്തിലും ആത്മാവിലും ഏറ്റെടുത്തത് കൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ ഈശോ ആ രാജാവിനെ പോലും വെല്ലുവിളിച്ച് പറഞ്ഞത്, നിങ്ങൾ അവനോട് പറയുക, ഞാൻ എൻ്റെ ദൗത്യം തുടരുക തന്നെ ചെയ്യും. തുടർന്ന് നമ്മൾ കാണുന്നത് ഈശോ ജെറുസലേമിനെ കുറിച്ചുള്ള ഒരു നിലവിളിയാണ്. നമുക്കറിയാം, ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പം ജെറുസലേമിനുള്ള മുന്നറിയിപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായം 16-ാം തിരുവചനം നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിക്കുമ്പം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈശോ ജെറുസലേമിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി ജെറമ്യയിലൂടെ വചനം സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലമുകളിൽ ഇടറുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന് മഹത്വം നൽകുവിൻ, അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം അന്വേഷിക്കുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി എൻ്റെ ആത്മാവ് രഹസ്യത്തിൽ കരയുമെന്ന്. നമ്മൾ നിസ്സാരമെന്ന് കരുതി ചെയ്യുന്ന ഓരോ പാപവും പരിശുദ്ധാത്മാവിനെ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് ഈ വചനഭാഗം നമ്മൾ ശ്രദ്ധയോടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇത് ജെറുസലേമിന് ജെറമ്യാ പ്രവാചകനിലൂടെ കർത്താവ് നൽകിയ മുന്നറിയിപ്പാണ്. നമുക്കറിയാം, തുറന്ന് അവർ ജെറമ്യയെ പീഡിപ്പിക്കുകയും വധിക്കുകയും തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ജെറുസലേമിന് പഴയ നിയമത്തിൽ കൊടുത്തൊരു മുന്നറിയിപ്പ് അവർ അവഗണിച്ചു. തുടർന്ന് നമുക്കറിയാം, അവർ ബാബിലോൺ അടിമത്തത്തിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലും ഈശോ പറയുകയാണ്, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തന്നോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചതുപോലെ ജെറുസലേം ജെറുസലേം, ഞാൻ നിന്നെ എന്നോട് ചേർത്ത് നിർത്താൻ എത്രയധികം ആഗ്രഹിച്ചു, പക്ഷേ നീ അതിന് സമ്മതിച്ചില്ല. ആ ഒരു വേദന ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈശോ ഈ വചനം പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ സംഭവിച്ച ദുരിതം തന്നെ പുതിയ നിയമത്തിൽ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. റോമാക്കാർ വന്ന് ജെറുസലേം ദേവാലയം അഗ്നിക്കിരയാക്കിയ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈശോ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവർ ആ വചനം അവഗണിച്ചു. തുടർന്ന് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെ 40-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്, കർത്താവിനെതിരെ അവർ പ്രവർത്തിക്കുകയും കർത്താവ് നൽകിയ വചനം അവഗണിക്കുകയും ചെയ്തതിനാലാണ് ഈ ദുരിതങ്ങളെല്ലാം അവരുടെ മേൽ വന്നു ഭവിച്ചത്. നമ്മുടെ ഈ കരുണയുടെ മണിക്കുള്ളിൽ വളരെ പ്രത്യേകമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട ചില മേഖലകളാണ്. കർത്താവേ, നിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുക, ഞങ്ങളെ നീ ഒരുക്കണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ ഈശോ ജെറുസലേമിനെ വിളിക്കുമ്പോൾ 2 തവണ ഈശോ ജെറുസലേം ജെറുസലേം എന്ന് വിളിക്കുന്നുണ്ട്. വളരെ പ്രത്യേകമായ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഈശോ കൊടുക്കുന്ന ഒരു പരിഗണനയാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ പത്രോസിനോട് ഈശോ പറയുന്നുണ്ട്, ശിമിയോനെ ശിമിയോനെ, ഗോതമ്പ് മണി പോലെ സാത്താൻ നിന്നെ പാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലും മോശയ്ക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഈശോ വിളിക്കുന്നുണ്ട്, കർത്താവ് വിളിക്കുന്നുണ്ട്, മോശെ മോശെ എന്ന് 2 തവണ വിളിക്കുന്നുണ്ട്. അതുപോലെ സാമുവേൽ പ്രവാചകനെയും ദൈവ സ്വരം കേൾക്കുന്നതിന് മുമ്പ് 2 തവണ കർത്താവ് വിളിക്കുന്നുണ്ട്, സാമുവേൽ സാമുവേൽ എന്ന്. അതുപോലെ ജെറുസലേമിനെയും ഈശോ വിളിക്കുകയാണ്, ജെറുസലേം ജെറുസലേം, നിന്നെ അത്രയധികമായി ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചു, പക്ഷേ നീ സമ്മതിച്ചില്ല. അപ്പം ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. കർത്താവ് നമ്മളെ അത്രയധികം ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുമ്പോൾ ദൈവവചനം ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ ചിന്തിക്കണം. കാരണം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു വചനമാണ് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായം 11-ാം തിരുവചനം. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്,
നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവസ്വരമാണിത്. നമ്മൾ എത്ര പേര് ഇത് ആത്മാവിൽ സ്വീകരിച്ച് ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് നമ്മൾ തന്നെ സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈശോ ഒരു രാജാവിനെ വെല്ലുവിളിക്കാൻ ഈശോയ്ക്ക് ധൈര്യം കിട്ടിയത് ഈശോയ്ക്ക് 100% ഉറപ്പുണ്ട്, ഇവിടെ വച്ച് ഈശോയുടെ മരണം സംഭവിക്കുകയില്ല, അത് ജെറുസലേമിൽ വെച്ച് തന്നെയായിരിക്കും സംഭവിക്കുക എന്ന്. അതുപോലെ വചനം നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ദൈവത്തിനുണ്ടെന്ന് പറയുമ്പം നമുക്ക് എത്രമാത്രം ആ വചനത്തിൽ വിശ്വസിച്ച് ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ, പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. എങ്കിലും നമ്മൾ ഈ വചനം സ്വീകരിക്കുന്നുണ്ട്. ഒരു പ്രതിസന്ധി വരുമ്പം, ഒരു ദുഃഖം വരുമ്പോൾ, ഒരു വേദന വരുമ്പം നമുക്ക് ഈ വചനത്തിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. കാരണം ആ ഒരു ധൈര്യം ഈശോ ഇത് ഒരിക്കൽ മാത്രമല്ല, ഈശോയുടെ ജീവിതം മുഴുവൻ നമുക്കറിയാം. സുവിശേഷം ജീവിക്കുന്ന ആ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു ഉദാഹരണമാണ് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച ഒരു സമയം. ഗലീലിയ കടലിലൂടെ അവർ കപ്പൽ യാത്ര ചെയ്യുമ്പം ആ ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റ്, ആൾത്തിരമ്പുന്ന കടൽ. ഈശോ ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. ഈശോ വള്ളത്തിൻ്റെ അമരത്ത് തലയിണ വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു. നമുക്കൊക്കെ ഒരിക്കൽ ചിന്തിക്കാനോ സങ്കല്പിക്കാനോ സാധിക്കാത്ത ഒരവസ്ഥ. ആർത്തിരമ്പുന്ന കടലും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിലും ഒരു മനുഷ്യൻ വള്ളത്തിൻ്റെ അമരത്ത് തലയിണ വെച്ച് കിടന്നുറങ്ങുന്നു. കാരണം ഈശോയ്ക്ക് നല്ല ഉറപ്പുണ്ട്, ഈശോയുടെ ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. സങ്കീർത്തനം 3-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ കരങ്ങളിലാണ്. അപ്പോൾ ദൈവവചനം, കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെ, വിശുദ്ധരെ പോലെ ആ ഒരു അഭിഷേകം നമുക്ക് ലഭിക്കുവാനും, നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരൊക്കെ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനും, വചന ഹൃദയത്തിൽ ഏറ്റെടുത്ത് ജീവിക്കുവാനുമുള്ള വലിയൊരു അഭിഷേകം നമ്മൾ ആർക്കൊക്കെ പ്രാർത്ഥിക്കുന്നു അവർക്കൊക്കെ ലഭിക്കുവാൻ ഈ കരുണയുടെ മണിക്കൂറിൽ വളരെ പ്രത്യേകമായി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിക്കാം. നമുക്കറിയാം, ജെറുസലേമിന് ദൈവം നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചപ്പോൾ അവർക്കുണ്ടായ ദുരിതം. അതുപോലെ തിരുസഭാ മക്കളായ നമ്മളെ ദൈവം ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. വെളിപാട് പുസ്തകത്തിൽ നമുക്കറിയാം, പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചുമൊക്കെ യോഹന്നാൻ ശ്ലീഹ കണ്ട ദർശനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. യോഹന്നാൻ വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ, അവിടെ 21-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുഞ്ഞാടിൻ്റെ ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരല്ലാതെ ആരും അവിടെ പ്രവേശിക്കില്ല. അശുദ്ധമായതൊന്നും ഈ സ്വർഗീയ ജെറുസലേമിൽ പ്രവേശിക്കില്ല. മ്ലേച്ഛതയോ കൗടില്യമോ പ്രവർത്തിക്കുന്ന ആരും അവിടെ പ്രവേശിക്കില്ല. നമുക്കറിയാം, വരുന്ന ആഴ്ച നമ്മൾ സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കളെയൊക്കെ ഓർക്കാം. എന്തെങ്കിലും കുറവുകളിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ എത്തപ്പെടാൻ കഴിയാത്ത ആത്മാക്കളെയൊക്കെ നമുക്ക് ഈ നിമിഷം ഈ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, അവരോട് കരുണ കാണിക്കണമേ എന്നും അങ്ങയുടെ തിരുരക്തത്താൽ ആത്മാക്കൾ കഴുകി വിശുദ്ധീകരിച്ച് സ്വർഗീയ ജെറുസലേമിൽ പ്രവേശിക്കുവാൻ അവർക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,